Assalamualaikum guys, welcome back to my channel. Guys, ഇന്നത്തെ വീഡിയോ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് ആണല്ലോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ഇപ്പോൾ സമയം ഏകദേശം 4:15 ഞാൻ നീച്ചിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഇന്നലെ നമ്മുടെ ഒരു ഫ്രണ്ട് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വെളിച്ചക്ക് പുട്ടും ചിക്കനുമാണ്. ഞാൻ പുട്ടുണ്ടാക്കി, പക്ഷെ ഒരുത്തി കണ്ണ് വെച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഗൈസ്, അത് പൊടിഞ്ഞു പോയി. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമ്മൾ പുട്ട് പൊടിച്ചിട്ടാണല്ലോ എനിവേസ് കഴിക്കുക. അപ്പോൾ പുട്ടും അതുപോലെ ചിക്കനും റെഡിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് കഴിക്കാം. ഓക്കെ ഗൈസ്, ഇപ്പം ഏകദേശം ഒരു 4 മണി കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ എനിക്ക് ഞാൻ വേറൊരു സാധനം കാട്ടിത്തരാം. നിങ്ങൾ ചില റീൽസിൽ കണ്ടിട്ടില്ലേ, 2 types of roommates എന്ന്. ഒരുത്തി നേരത്തെ എണീക്കും, ഒരുത്തി ലേറ്റായിട്ട് കിടക്കണതും. ഇപ്പം ഞാൻ ഇത്രയും നേരം ഉറങ്ങി, ഇപ്പം നീറ്റു. ഇനിയാണ് എൻ്റെ ബാക്കി പരിപാടി. പക്ഷെ എൻ്റെ റൂംമേറ്റ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. രുദ്ര ഉറങ്ങിയില്ലേ രുദ്ര? ഇല്ല ഗൈസ്, വൈ? ഐ ആം എ നൈറ്റ് ഔൾ ഗൈസ്. യാ ഗൈസ്, ഇന്നലെ രാത്രി മുതൽ ഇത്രയും നേരമായിട്ട് രുദ്ര പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളെ റൂമിലെ പഠിപ്പാണ് ഗൈസ് രുദ്ര. ഈ എക്സാമിന് റാങ്ക് വാങ്ങുമോ രുദ്ര? ഗൈസ് ഈ മുഖം നോട്ട് ചെയ്ത് വെച്ചോ ഗൈസ്, ഈ എക്സാം റാങ്ക് ഹോൾഡർ ആണ് ഗൈസ്. ഈ റിസൾട്ട് ഇവിടെ വീഡിയോ ചെയ്യും ഗൈസ്. റിസൾട്ട് പബ്ലിഷ് ഗൈസ്, ഈ എക്സാമിന് എനിക്ക് എന്തായാലും നല്ല മാർക്ക് കുറേ കാര്യം. എനിക്ക് മിക്കവാറും സപ്ലി വരുമോ എന്നുള്ള പേടി വരെ എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ദിവസം ന്യൂമോണിയ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ദിവസം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല ഗൈസ്. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് റിസൾട്ട് എന്തായാലും ഞാൻ അങ്ങനെ കാണിക്കൂല. അപ്പോൾ നമുക്ക് ബാക്കി വീട്ടിലേക്ക് പോകാം. ഇപ്പോൾ ഏകദേശം 4:28 ഇപ്പോൾ ഇവിടെ ഹെവി ചൂടായതുകൊണ്ട് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഞാനിപ്പോൾ ഈ നേരത്തെ പെലിച്ച് എണീക്കുമ്പോൾ പൊതുവെ ഒന്ന് ഫ്രഷ് ആവലുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്രഷായി എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 4:40. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതേപോലെ കാണിച്ചു തരാൻ എനിക്കൊരു ഇതുണ്ട്. സോ ഞാൻ കാണിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഞങ്ങൾ കാണിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് തരാം. ഓക്കെ, പണ്ട് വീട്ടിലായിരുന്ന സമയത്ത് ലൈക്ക് ഒരു 4:40 ഈ ഒരു സമയമാകുമ്പോഴേക്കിന് നീച്ച് കഴിഞ്ഞാൽ ടേബിളിൽ പോയി ഇരുന്നാൽ മതി. ചോറ്, മുരിങ്ങ താളിപ്പ്, മീൻ പൊരിച്ചത്, പപ്പടം, അല്ലെങ്കിൽ തലേന്നത്തെ ബീഫോ ചിക്കനോ എന്താ വെച്ചാൽ അതുണ്ടാവും. അതൊക്കെ ഒരു കാലം. ബട്ട് ഇറ്റ്സ് ഓക്കെ, ലൈഫ് ചേഞ്ച്. ഇതാണല്ലോ എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം പോയാൽ പിന്നെ അതെങ്ങനെ ജീവിതമാവും അല്ലേ ഗൈസ്? അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പുട്ടും ചിക്കനും ആയിരുന്നു. ഇത് ചമ്പാരി പുട്ടാണ്. പിന്നെ ഞാൻ നല്ലോണം വെള്ളം കുടിക്കും. പെലച്ചക്ക് ഒരു മിനിമം ഒരു 1 ലിറ്ററൊക്കെ എന്തായാലും ഞാൻ കുടിക്കും. പക്ഷേ ഇന്ന് ഞാൻ 1.5 ലിറ്റർ കുടിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവാതെ പോകാനാണ്. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഞാൻ എല്ലാം കാണിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി 12-ാം തീയതി മുതൽ സെമസ്റ്റർ എക്സാമാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സ്റ്റഡി ലീവാണ്. അപ്പോൾ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇപ്പോൾ ഞാൻ പഠിക്കാൻ പോണത്. അങ്ങനെ അത് തുറന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അതേമാതിരിക്ക് എനിക്കിങ്ങനത്തെ ഹൈലൈറ്റേഴ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് പ്ലെയിൻ പുസ്തകം കാണുമ്പോൾ എനിക്ക് പഠിക്കാൻ ഉള്ളൊരു ഇൻട്രസ്റ്റിനെക്കാളിലും കൂടുതൽ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടാകും. പിന്നെ ഇത് സ്റ്റിക്കി നോട്ട്സൊക്കെ എന്തിനാന്ന് വെച്ചാൽ ഞാൻ ആ ടോപ്പിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ചിലപ്പോൾ അതിൽ വാസ്റ്റായിട്ട് ഉണ്ടാവും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാനത് ഷോർട്ടാക്കിയിട്ട് എഴുതിയെടുക്കും ഗൈസ്. അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം 9:30 മണിയായി. നമ്മൾ 6 മണിക്ക് ഇരുന്നത്. അപ്പോൾ ഏകദേശം 3.5 മണിക്കൂറായി. ഈ 3.5 മണിക്കൂർ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ ബ്രേക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് രാവിലെ 3:30 നീച്ചതാണ്. ഇനി അവസരം കിടന്നുറങ്ങാം. സ്റ്റഡി ലീവാണ്, റംലാനാണ്. അപ്പോൾ വേറെ പണിയൊന്നുമില്ല. സോ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് വീണ്ടും ഇരുന്ന് പഠിക്കാം. കാരണം എക്സാമിന് ഇനി 2 ദിവസം കൂടി ഉള്ളൂ. ഇനിയും കുറേ പോർഷൻസ് തീരാനുണ്ട്. ഓക്കെ, ത്രൂ ഔട്ട് ദി ഡേ പിന്നെ ഇതൊക്കെ തന്നെയായിരുന്നു പഠനവും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഒരു 5:30 കിച്ചണിലേക്ക് ഇറങ്ങി. ഇന്ന് നമ്മൾ മെയിൻ കോഴ്സ് ആയിട്ട് ഈ 3 ഫ്രൂട്ടും കട്ട് ചെയ്തിട്ടൊരു സാലഡും, അതുപോലെ തന്നെ പിന്നെ ഈ മുട്ട കൊണ്ട് ഒരു മുട്ട ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അതുമാണ് കഴിക്കാൻ പോണത്. ഞാൻ ഈ എണ്ണ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. എനിക്ക് ഇതും എടുക്കരുതെന്നാണ് ആഗ്രഹം, പക്ഷേ ചട്ടിയിൽ ഒട്ടി പിടിക്കുന്നുള്ളതുകൊണ്ടാണ് സ്റ്റീൽ ഒട്ടി പിടിച്ച്. അങ്ങനെ അത് റെഡിയാക്കി. ആപ്പിൾ റെഡിയായി, അടക്കാപ്പയം റെഡിയായി, പഴം റെഡിയായി. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ്സും പിസ്തയും.
അങ്ങനെ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇങ്ങോട്ട് ബാങ്ക് ശരിക്കും അങ്ങോട്ട് കേൾക്കൂല. അപ്പോൾ നല്ലോണം സൂക്ഷിച്ചിരുന്നാൽ മാത്രമേ കേൾക്കുള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടിയ പണി എന്താ വെച്ചാൽ ഗൈസ്, ബാങ്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. ഒരു പട്ടി അവിടുന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാട്ടിൽ ഉമ്മാനോട് വിളിച്ച് ചോദിച്ചേക്കാം. ഇവിടെ ബാങ്ക് കേക്കിൽ ഭയങ്കര സൗണ്ട് കുറവാണ്. അപ്പോൾ നമുക്ക് നാട്ടിൽ എന്ത് ചെയ്യാം, ഉമ്മാനോട് വിളിച്ചിട്ട് ചോദിച്ചു നോക്കാം ബാങ്ക് കൊടുത്തോ ഇല്ലേന്ന്. ഓക്കെ, ഞങ്ങൾ ഹോസ്റ്റലിലെ അപ്പുറത്തുള്ള വീട്ടിൽ വളർത്തുന്ന പട്ടിയാണ് കടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും എന്താ പറ്റുമെന്നറിയില്ല, ഭയങ്കര കുറ. ഇപ്പോൾ ഞാൻ ഈ ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഉണ്ട്. ഈ നേരത്തെ ഉമ്മക്ക് വിളിക്കുമ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഉമ്മ ഫോൺ എടുക്കുമോ ഇല്ലേ എന്നുള്ളത്. പക്ഷേ എന്തോ ഭാഗ്യം, അൽഹംദുലില്ലാ ഇമ്മ ഫോൺ എടുത്ത്. അപ്പോൾ ചോദിച്ചപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ചിലപ്പോൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകും എന്നുള്ളത്. പക്ഷെ ഉമ്മ തുറന്ന് കഴിഞ്ഞിട്ടൊരു മിനിറ്റായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ തുറക്കാൻ നിന്നത്. പിന്നെ ഞാൻ തുറക്കുമ്പോൾ എപ്പോഴും 1, 3 ഈ ഒന്നെങ്കിൽ ഒരു ഈത്തപ്പഴം തിന്നും അല്ലെങ്കിൽ 3 ഈത്തപ്പഴം തിന്നും. അത് ചെറുപ്പത്തിൽ എൻ്റെ അമ്മ അങ്ങനെ ശീലിപ്പിച്ചത്. 1, 3, 5, 7 അതാണ് കണക്കെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഞാൻ നല്ലോണം വെള്ളം കുടിക്കും. നോമ്പ് തുറന്നിട്ടും അതെ, ഞാൻ കുറേ വെള്ളം കുടിക്കും. ലാസ്റ്റ് റമദാൻ വരെ ഞാൻ ചോറിൻ്റെ കൂടെ കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അല്ലെങ്കിൽ ഒരു ചായ. പക്ഷെ അതുകൊണ്ട് തന്നെ ആ നോമ്പിൻ്റെ ലാസ്റ്റ് ആകുമ്പോഴേക്കിന് ദാഹിച്ചിട്ട് നമ്മളൊരു വഴിയാകും. പക്ഷേ ഇപ്പോൾ ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് അൽഹംദുലില്ലാ ഇത്ര നോമ്പായിട്ടും ഇതുവരെ ഞാൻ ദാഹിച്ചിട്ട് ഒരു നോമ്പും നോറ്റിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് മെയിൻ കോഴ്സ് കഴിക്കാൻ വരാം. അങ്ങനെ നമ്മൾ കഴിക്കാൻ വന്നിക്കാണ്. മെയിൻ കോഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ആപ്പിൾ, ഒരു അടക്കപ്പഴം, ഒരു പഴം, ഇത് 3ഉം വേറെ ജസ്റ്റ് മിക്സ് ആക്കിയിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പക്ഷെ അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ രുദ്ര എൻ്റെ റൂംമേറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് കഴിക്കാൻ ഉണ്ടാക്കണേ എന്നുള്ളത്. ഞാൻ ഇതെന്നെ മെയിൻ കോഴ്സ് ആക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്കൊന്നും വേണ്ട. ഞാൻ ഒരാപ്പിളും ഒരടക്കപ്പഴം ഒരു പഴവും തിന്നു. ഞാൻ പോവാം. വിശന്നപ്പം വല്ലതും ഉണ്ടാക്കാം. എനിക്ക് വിശക്കുണ്ടോ? എന്താ ഉണ്ടാക്കുക? വെള്ളപ്പുട്ടോ? ആ, മറ്റേ തേങ്ങ അരച്ച സ്റ്റൂ. ആ പട്ടിൻ്റെ കൊര ഇതുവരെ നിന്നില്ല. അങ്ങനെ രുദ്രക്ക് പുട്ടും സ്റ്റൂ ഉണ്ടാക്കാൻ തീരുമാനമായി. ഞാൻ ഇനി ഇതേ കഴിക്കണുള്ളൂ. ഈ മുട്ട ഞാൻ എന്തിനാ കഴിക്കണമെന്ന് വെച്ചാൽ ഇതിലുള്ളത് ഫുൾ പ്രോട്ടീനാണ്. പ്രോട്ടീൻ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരത്തിന് വിശക്കൂല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള പരിപാടികൾ ചെയ്യണം, പഠിക്കണം, അത്രേ തന്നെ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് യുവർ എൽസ സൈനിങ് ഓഫ്.